അതിൻ്റെ ഒരു രാഷ്ട്രീയം ചിന്തിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് തോന്നുന്നൊരു കാര്യം, റോറോ എന്ന കഥയിലെ 2 കഥാപാത്രങ്ങൾ ജിബിയും പിന്നെ ഞാനും ഡാർവിനും എന്നാണ് പറയുന്നത്. അപ്പം അവർ പോകുന്നതും ഒട്ടും ശരിയല്ലാത്തൊരു കാര്യത്തിനാണ്. അവർ പോകുന്നതും ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഭ്രൂണം, അതുപോലെ ഓപ്പറേഷൻ ചെയ്ത മുഴകൾ, ഇതൊക്കെ മറ്റൊരിടത്തേക്ക് കൊണ്ടു കൊടുക്കാം. ഇതൊക്കെ വളരെ നിയമപരമായി തന്നെ ഇവിടെ നടക്കുന്ന ഒന്നാണ് എന്നൊരു കാര്യം. അല്ല, അതിന് പോകുന്നതും ഇടുക്കി എന്നുള്ള ആൾക്കാരാണ്. എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ വയനാട്ടിൽ നിന്നാണെന്ന് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. അല്ല, അതുകൊണ്ട് പ്രാദേശികമായ രീതിയിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു പോലീസുകാരൻ വഴി വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ് പോകുന്നതെന്ന് ചോദിച്ചു ഇടുക്കി എന്നാണെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയങ്ങൾ ഇന്നതിലേക്ക് പോകാനുള്ള സാധ്യതകളിലേക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇവർ മാറ്റി പറയുന്നുണ്ടാവാം. വെച്ചാൽ അങ്ങനൊരു പിന്നെ മറ്റൊന്ന്, നമ്മളുടെ ഈ പറഞ്ഞ കണക്കുള്ള ഈ മനുഷ്യഭ്രൂണങ്ങൾ, മറ്റു സാധനം, ഇതെല്ലാം ഇത് ഞാൻ റിയൽ ലൈഫിൽ നിന്ന് എൻ്റെ അടുത്ത് കഥകൾ പറഞ്ഞ ഇതിനു വേണ്ടി പോയ ആൾക്കാരുടെ നറേഷനാണത്. അത് കഥയെന്നുള്ള മട്ടിലല്ല. ഇതിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പലതരത്തിലുള്ള സൗന്ദര്യവർദ്ധക സാധനങ്ങളിലും ഇതിലും എല്ലാം ഇത് ചേർക്കുന്നുണ്ടെന്നാണ് അപ്പോൾ നമുക്കിതിൽ നിന്ന് പലപ്പോഴും മനസ്സിലാവുന്നത്. എനിക്കെൻ്റെ ശരിതെറ്റുകളെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ശരിതെറ്റുകളെ അറിയില്ല. പക്ഷേ വളരെ ഇന്നസെൻ്റായി വളരെ കൃത്യമായി നറേറ്റ് ചെയ്ത ഒരു കാര്യം. 2, ഇവരിവിടുന്ന് ഈ കഞ്ചാവിൻ്റെ ഇലകളാണ് ഈ കുംഭമേള നടക്കുന്ന സമയത്ത് അവിടോട്ട് എത്തിക്കാൻ. അത് ഓരോ സംസ്ഥാനങ്ങളിലും വരുമ്പോൾ ഓരോരോ നിയമങ്ങളാണ്. ഒരു സ്ഥലത്ത് ഇത് ഭയങ്കര വിശുദ്ധമായ സാധനമായിട്ട് ഇതിനെ കണക്ക് കൂട്ടുന്നു, പ്രത്യേകിച്ച് ഇത്തരത്തിൽ അരച്ച് ബാങ്കായി മാറ്റുന്നു. അപ്പോൾ അത് ഈ കുംഭമേള നടക്കുന്ന സമയത്തൊക്കെ വിശുദ്ധമായ സംഗതിയായി മാറുന്നു. മറ്റ് ചില സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഇത്തരത്തിലുള്ള വലിയ നിയമക്കുരുക്കുകളുടെ ഭാഗമായിട്ട് ഇത് മാറുന്നു. അപ്പോൾ ഇതിനൊന്നും ഈ മനുഷ്യൻ എന്തുവാ കൃത്യമായി ഉരുത്തിരിഞ്ഞിട്ടില്ല. നമ്മുടെ നിയമങ്ങൾ, വ്യവസ്ഥ എന്ന് പറയുന്ന സംഗതി ഉരുത്തിരിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ സമൂഹത്തിൽ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതുണ്ട്. അപ്പം അതൊന്നും ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിന് മുമ്പാണ് നമ്മളിപ്പം ചെറുപ്പക്കാരെയൊക്കെ ഭയങ്കര ലഹരി ഭയങ്കരമായി ശാസ്ത്രീയമായ പഠനമില്ലാതെ നമ്മൾ എന്നുള്ള ലഹരിയുടെ ഉപയോഗം ചെറുപ്പക്കാരുടെ കാലഘട്ടങ്ങളിൽ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു. 70-കളിലൊക്കെ ഹിപ്പിസം എന്നൊക്കെ പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുണ്ടായിരുന്നുണ്ട്. അവരതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ്. ചില ആൾക്കാർക്ക് പറ്റാത്ത ചില ആൾക്കാരല്ലാതെ പോകും. ഈ മദ്യാസക്തി ഉള്ളവരാണ്. സർക്കാർ വിൽക്കുന്ന മദ്യത്തിൽ കൊണ്ടുള്ള മദ്യാസക്തി പൂർവ്വം ലിവർ സിറോസിസ് വരച്ച് മരിക്കുന്നവരാണ് ലഹരി കൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ. അപ്പോൾ അത് ഈ ഓവർ ആൽക്കഹോൾ നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കാം. ഇത്തരത്തിലുള്ള ചില ഞാനിത് ഉപയോഗിക്കുന്ന ആളല്ല, ഞാനത് പറയുന്നത് അതല്ലാതെ വേറെ തന്നെ ന്യായീകരിച്ചെന്നുള്ള വ്യാഖ്യാനം വരരുത്. നാച്ചുറലി ലഭിക്കുന്ന കഞ്ചാവ് നിങ്ങൾ എത്ര കൂടുതൽ കഴിച്ചു എന്ന് വിചാരിച്ചാലും നിങ്ങൾ ഓരോ ഇൻടോക്സിക്കേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതായി കിടക്കുന്നുണ്ടോ നിങ്ങൾ മരണകാരണമാകുന്നില്ല എന്നാണ് ഞാൻ ഇതിൻ്റെയൊക്കെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ ഈ സംഗതികൾ എഴുതുന്ന സമയത്ത് പഠിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ വൈരുദ്ധ്യങ്ങളുണ്ട്. ഞാനത് പരസ്പര ന്യായീകരണത്തിന് പറയുന്നതല്ല, മനസ്സിലായി. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് ഈ സാധനം. അപ്പോൾ ഇതെല്ലാം വലിയ പഠന വിഷയങ്ങളും ഇതുമൊക്കെ ആക്കേണ്ടതും യുവാക്കൾക്ക് വേണ്ടി ഇതൊക്കെ പഠിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇവിടുത്തുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രിതമായ വലിയ ലാബുകളും ഇവരുടെയൊക്കെ ചുമതലയാണ്. ഒരുപക്ഷെ സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ സേവനം ഇക്കാര്യത്തിൽ കൂടുതൽ അതെല്ലാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ സ്കൂളുകളുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് മാത്രം ലഹരിക്ക് എതിരെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മാത്രം മാറുന്ന ഒന്നല്ല ലഹരിയോടുള്ള ആസക്തി. പലപ്പോഴും ഇവിടെ പൊളിറ്റിക്കലി ലഹരിക്കെതിരെ ഒരു ദിവസത്തെ ഉപവാസമൊക്കെയാണ് അവരുടെ. അതുകൊണ്ടിട്ട് കാര്യമില്ല. ഉപവാസം കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ എൻഗേജ് ആക്കുക എന്നുള്ളൊരു സാധനമാണ്. ചെറുപ്പക്കാരെ സന്തുഷ്ടരാക്കി മാറ്റുക. അവരുടേതായ രീതിയിൽ നല്ല 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 പാട്ടുകൾ, നല്ല സിനിമകൾ, ഇതൊക്കെ താരതമ്യേന കുറഞ്ഞ ലഹരിയിലേക്ക് എത്തിക്കുന്നതാണ്. അവരവരുടെ ജീവിത ലഹരി എന്ന് പറയുന്നത് എലിമെൻറ്റിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് സപ്പോർട്ട് നമ്മുടെ സിസ്റ്റം കൊടുക്കണം, നമ്മുടെ ചുറ്റുവട്ടം സമൂഹവും കൊടുക്കണം, സർക്കാരുകൾ കൊടുക്കണം, സംവിധാനങ്ങൾ കൊടുക്കണം. രക്ഷിതാക്കൾ വീടിനകത്ത് കൊടുക്കേണ്ട സ്വസ്ഥത വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരു കുട്ടി അവൻ എത്ര ഇപ്പം ഡിപ്രസ്സായിരിക്കുന്ന സമയത്ത് അവനെ കൂടുതൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ബാഡ് പേരൻറ്റിങ് കേരളത്തിലെ ചെറുപ്പക്കാരിലെ ലഹരിക്കുള്ള ആസക്തിക്ക് പ്രധാന കാരണങ്ങളിലൊന്നാണ്. അപ്പം ഇങ്ങനെ
എല്ലാവരും അവരവരുടേതായ രീതിയിലേക്കുള്ള ഒരു സ്പേസ് ചെറുപ്പക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെത്താൻ പോവും. പോയിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന അതൊന്നും വലിയ രീതിയിൽ ഹാനിയായിട്ട് വരത്തില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.